നമ്മള് തിരിച്ച് മരിക്കും. മോൻ ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടു. വേറെ രാജു ഷറഫുദ്ദീനും കൊള്ളാം. മോനെ എങ്ങനെയുണ്ട് പടം? പടം സൂപ്പർ. പടം നല്ല അടിപൊളിയാ. അതിന്റെ അകത്ത് ഫാലിമയിലെ സന്ദീപ് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന സെക്കൻഡ് ഹാഫ് സുരാജും ഷറഫുദ്ദീനും. നല്ല സിനിമയായിരുന്നു. എങ്ങനെയുണ്ട് സുരാജേട്ടൻ? സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്ത പ്രമേയമാണ്. തുടക്കം മുതൽ അവസാനം വരെ ചിരി ഉള്ളതാണോ? കുറെ മുറുക്ക് തമാശകളുണ്ട്. അത് എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയില്ല. പിന്നെ നമ്മളൊരു ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മള് പറ്റില്ലല്ലോ. സിനിമ എൻജോയ് ചെയ്ത് തുടങ്ങണം. നമ്മൾ ആ സിനിമ പറയുന്നവർക്ക് ആ ഒരു മോഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊരു വ്യത്യസ്ത പ്രമേയമുള്ള ഒരു സിനിമയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ പവറൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരു സിനിമയാണ്. കാരണം പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഇതുകൊണ്ട് തന്നെ എനിക്ക് വെൽ കണക്റ്റഡ് ആയി സിനിമ. പിന്നെ കുറച്ച് പേരുടെ കഥ, ചിലരുടെയൊക്കെ പ്രകടനങ്ങൾ കുറച്ചൊന്ന് അരോചകമായിട്ട് തോന്നി. പക്ഷെ എടുത്തു പറയേണ്ടത് സന്ദീപ് പ്രദീപ്, ഷറഫുദ്ദീൻ, അവരുടെ രണ്ടുപേരും. സുരാജ് ചേട്ടൻ പുള്ളി പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പുള്ളിക്കാണെങ്കിൽ പിന്നെ ഇതൊരു കേക്ക് വാക്ക് പോലത്തെ ഒരു റോളാണ്. മീൻസ് പുള്ളി പിന്നെ ടൈപ്പ് കാസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ റോളൊന്നുമല്ല. പുള്ളി നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സന്ദീപ് പ്രദീപിന്റെ എടുത്തു പറയേണ്ടത് ഒരു പ്രകടനം തന്നെയാണ്. കാരണം അവർ രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് പുള്ളി ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, അത് പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. നമുക്ക് പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു എന്താ പറയുക, ഒരു വ്യത്യസ്ത ഒരു നമ്മളെ പച്ചില സിനിമകളോ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയൊക്കെ പ്രതീക്ഷിച്ച് വരരുത്. ഇതൊരു വ്യത്യസ്ത പ്രമേയമാണ്. അത് ഒരു ഫൺ മോഡില്. പിന്നെ എനിക്ക് എന്തുകൊണ്ടോ ഒരു യൂട്യൂബർ അരുൺ പ്രദീപ് ഇതിനകത്തൊരു മുഴുനീള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പുള്ളി ആ യൂട്യൂബ് ഷോർട്സിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു വേരിയേഷനാണ്. അത് പലയിടത്തും അരോചകമായിട്ട് തോന്നി. അത് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പോയത്.